പ്രാർത്ഥനയിൽ ദൈവഹിതം നിറവേറുക എന്നൊരു പദ്ധതിയും കൂടെ ഉണ്ട് ദൈവവചനത്തിൽ. നമുക്ക് അതിന് എക്സാമ്പിളായിട്ട് കാണാൻ കഴിയുന്ന അബ്രഹാമിനെ കുറിച്ചാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അബ്രഹാം മകന് ഒന്നിച്ച് മോറിയയുടെ മലയിലേക്ക് യാത്ര ചെയ്തു. പ്രാർത്ഥിച്ച് ഇറങ്ങിയ അബ്രഹാം തിരിച്ചു വന്നത് ആരാധനയുമായിട്ടാണ്, പ്രാർത്ഥനയുടെ മറുപടിയുമായിട്ട് വരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അബ്രഹാം പ്രാർത്ഥിച്ചതിനുപരിയായിട്ട് അബ്രഹാമിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതെന്തുകൊണ്ടെന്നാൽ അബ്രഹാമിനോട് ദൈവം പറഞ്ഞത് അബ്രഹാം അനുസരിച്ചു. അപ്പം ആ കത്തി സ്വയത്തിൻ്റെ കത്തി ആയിരുന്നില്ല അബ്രഹാമിൻ്റെ കൂടെ ഉള്ളത്. അബ്രഹാം സമർപ്പിച്ചു കൊണ്ടുപോയ ഒരു കത്തിയായിരുന്നു ദൈവസ്ഥാനത്തിൽ. ദൈവം പറഞ്ഞു ഇന്ന കാര്യങ്ങൾ യാഗത്തിന് വേണം. നമുക്കറിയാമല്ലോ യഹൂദന്മാർ ചെയ്തിരുന്നതും പഴയ നിയമത്തിൽ കാണുന്നതും കത്തിയാണല്ലോ അവർ നേരത്തെ വെച്ചിരുന്നത്. അപ്പോൾ എളുപ്പത്തിൽ ആ കത്തി അബ്രഹാമിന് വേണമെങ്കിൽ ആ മകൻ്റെ മേളിൽ കുത്തി ഇറക്കാം. പക്ഷേ ദൈവിക വാഗ്ദത്തം നിറവേറണം. അബ്രഹാമിനൊരു കാര്യം മനസ്സിലായിട്ടുണ്ട്. എൻ്റെ ഈ പ്രായമുള്ള സമയത്ത് ഒരു കുഞ്ഞിനെ തന്നെങ്കിൽ അതിന് മറുപടിയും ദൈവം തരുമെന്നൊരു വിശ്വാസം അബ്രഹാമിന് ഉണ്ടായതുകൊണ്ടാണ് അവർ രണ്ടുപേരും യാഗത്തിനായി ഒരുങ്ങി തയ്യാറെടുത്ത് പ്രാർത്ഥിച്ച് അവർ മോറിയ മലയിലേക്ക് കാണിച്ചു കൊടുത്ത മലയിലേക്ക് യാത്ര ചെയ്തെന്ന് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. നമ്മുടെ മുമ്പിൽ അല്ലെങ്കിൽ ആ അബ്രഹാം കടന്നുപോയ ആ യാഗം കഴിക്കാൻ കടന്നുപോയത് ഒരു സെറ്റപ്പും ഉണ്ടായിരുന്നില്ല. പരവതാനി വിരിച്ചില്ല. അബ്രഹാമിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഭയവും പേടിയും ഒന്നും ഉണ്ടായില്ല. വിശ്വാസം മാത്രമായിരുന്നുള്ളത്. അബ്രഹാം വിശ്വാസത്തോടെ യാത്ര ചെയ്തു. രണ്ടുപേരും കടന്നുപോയി യാഗമൃഗത്തിന് ദൈവം അവിടെ കരുതി കൊണ്ടതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാനിച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. മത്തായി 16:24. യേശുവിൻ്റെ പ്രാർത്ഥനയെ ലൂക്കോസ് വരച്ചു കാട്ടിയതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അവൻ്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായി. നമുക്ക് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവിൻ്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെ പ്രാർത്ഥിച്ചു. അതായത് പൊടിഞ്ഞത് രക്തമായിരുന്നു, വിയർപ്പായി പുറത്തു വന്നത് രക്തമായിരുന്നു. പ്രിയ ദൈവജനമേ, എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ, കർത്താവിന് പ്രാർത്ഥിക്കണമെൻ്റെ ആവശ്യം വന്നെങ്കിൽ, കർത്താവിന് പ്രാർത്ഥിക്കേണ്ട ഒരാവശ്യവുമില്ലെങ്കിലും കർത്താവ് പ്രാർത്ഥിച്ചപ്പോൾ പൊടിഞ്ഞു വീഴുന്ന രക്തത്തുള്ളി, അതായത് വിയർപ്പ് കണങ്ങളായി ശരീരം ഇനി അനുഭവിക്കാൻ പോകുന്നതായി പീഡനം, അനുഭവിക്കാൻ പോകുന്ന പരീക്ഷ, അനുഭവിക്കാൻ പോകുന്നതായി ദുഃഖങ്ങൾ, കഷ്ടങ്ങൾ ഓർത്ത് കഴിഞ്ഞപ്പോൾ കർത്താവ് ജനത്തെ ഓർത്ത് കർത്താവിൻ്റെ രക്തം അവിടെ തന്നെ പൊടി ഒഴുക്കുകയാണ്. ജനത്തിൻ്റെ പാപത്തിന് വേണ്ടി കാൽവറിയിൽ കയറാൻ കടന്നുപോയപ്പോൾ ആ കർത്താവ് അത് ഓർത്തപ്പോഴാണ് കർത്താവിൻ്റെ ശരീരത്തു നിന്ന് രക്തത്തുള്ളികളായി വിയർപ്പ് കണങ്ങൾ പുറത്തു വരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത്. അവൻ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ്. ലൂക്കോസ് 22:44-45. ഹൃദയത്തിൻ്റെ പ്രാർത്ഥന രണ്ട് ശത്രുക്കളുടെ കാപട്യം, അതായത് പിശാചിൻ്റെ കാപട്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് കർത്താവ്